ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോക ഭോഗങ്ങൾ നേടാൻ വേണ്ടി ചെയ്യുന്നതിൻ്റെ പകുതി ശ്രമം, പകുതി അധ്വാനം സർവേശ്വരനാണെങ്കിൽ നമുക്ക് പരമാനന്ദ പരിപ്രദനായി ജീവിക്കാൻ കഴിയും. പക്ഷേ അക്ഷീണ പ്രയത്നം രാവും പകലും ഇല്ലാതെ ആജീവനാന്തം ഈ ലോക വിഷയങ്ങളുടെ സമ്പാദ്യത്തിന് വേണ്ടിയാണ് ഓരോ മനുഷ്യനും വിനിയോഗിക്കുന്നത്. എന്നിട്ട് അന്തിമമായ ഫലമോ നിരാശയും ദുഃഖവും മാത്രമാണ്. മക്കളെ തീറ്റിപ്പോറ്റി മനസ്സ് മുഴുവൻ അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അവസാനം ഒന്നിനും കൊള്ളാതെ ഓജസ്സും തേജസ്സും നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിൻ്റെ വക്കിൽ പിടിപെട്ട് എണീക്കാനും നടക്കാനും വയ്യാതെയാകുമ്പോൾ മക്കൾക്ക് ഈ മാതാപിതാക്കൾ ഭാരമായി വൃദ്ധസദനം തിരയുന്ന കാഴ്ച നമുക്ക് കാണുമ്പോൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. ഈ ബന്ധുമിത്രാദികളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി താൻ കഠിനാധ്വാനം ചെയ്തു ജീവിതകാലം മുഴുവനും. അതിൻ്റെ പകുതി പരിശ്രമം മതി സർവേശ്വരനിൽ ലഭിക്കാൻ എന്നാണ്. പരമ്പുമാനയോർത്തും കൊണ്ട് അതിൽ പകുതിയെങ്കിലും ഈ ലോകഭോഗങ്ങൾ നേടാൻ വേണ്ടി ചെയ്യുന്ന കഠിന പരിശ്രമത്തിൻ്റെ പകുതിയെങ്കിലും പരമ്പുമാനെ ഓർമ്മിക്കാനാണ് നാം വിനിയോഗിക്കുന്നത് എങ്കിൽ പരമാനന്ദ പരിശ്രമിക്കുകയിലവർ പരമാനന്ദമഗ്ധരാം. അങ്ങനെ പരിശ്രമിക്കുകയാണെങ്കിൽ അവർ പരമാനന്ദ മഗ്ധരായിത്തീരുന്നു. പരമ്പുമാനയോർത്തും കൊണ്ട് അതിൽ പകുതിയെങ്കിലും പരിശ്രമിക്കുകയിലവർ പരമാനന്ദമഗ്ധരാം. ഈ ലോകഭോഗങ്ങൾ നേടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആ ശ്രമത്തിൻ്റെ പകുതി ശ്രമം മതി നമ്മുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രണ വിധേയമാക്കാൻ. അതിനത്ര വലിയ പണിയില്ല, ഇത്രയും പണിയില്ല. ആയുഷ്കാലം മുഴുവൻ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടും അത് വ്യർത്ഥമായി പോകുന്നു. എന്നാൽ നമ്മുടെ മനസ്സൊന്ന് ഏകാഗ്രമായി വേണ്ടാത്ത കാര്യത്തിൽ ഓടും പോലെ വേണ്ടുന്ന കാര്യത്തിൽ ഓടിക്കൊണ്ടിടിൽ, വേണ്ടാത്ത കാര്യത്തിൽ ഓടിപ്പോകുന്നത് പോലെ വേണ്ട കാര്യത്തിലേക്കൊന്ന് ഓടുകയാണെങ്കിൽ താണ്ടാം ഈ സംസാര കടലേ എന്നാൽ ആണ്ടിടാം ആനന്ദക്കടലിൻ്റെ മധ്യേ. ആനന്ദമാകുന്ന കടലിൻ്റെ മധ്യത്തിൽ ആണ്ടുപോവാൻ സാധിക്കും. ഈ വേണ്ടാത്ത കാര്യത്തിൽ ഓടുന്നത് പോലെ വേണ്ട കാര്യങ്ങളിലേക്കൊന്ന് ഓടാൻ തുടങ്ങുകയാണെങ്കിൽ. അതിനാൽ കഠിനമായി അധ്വാനിച്ചുണ്ടാക്കുന്ന ഈ സമ്പത്തുകൾ ഒന്നും തന്നെ നമുക്ക് സഹായകമല്ലെന്ന് മാത്രമല്ല, അതിൻ്റെ പകുതി അധ്വാനം പരമ്പുമാനെ ഓർമ്മിക്കാൻ പരിശ്രമിച്ചാൽ നമുക്ക് ഒരിക്കലും നശിക്കാത്ത ആനന്ദത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഉടമകളായിത്തീരും നമ്മൾ. അതല്ലേ നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയല്ലേ നമ്മൾ പരിശ്രമിക്കേണ്ടത്. മഹത്തുക്കൾ ഈ കാര്യങ്ങൾ അനേക സ്വാനുഭവങ്ങളിൽ കൂടി ഉദാഹരണ സഹിതം നമുക്ക് വിവരിച്ചു തരുന്നു. അതൊന്ന് കേട്ട് അതിനനുസരിച്ച് ജീവിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം സാർത്ഥകമായി തീരുന്നു. പരമ്പുമാനയോർത്തും കൊണ്ട് അതിൽ പകുതിയെങ്കിലും പരിശ്രമിക്കുകയിൽ അവർ പരമാനന്ദമഗ്ധരാം.